ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിൽ ആരംഭിക്കുന്ന 133 ബ്രാഞ്ചിലേക്കുള്ള വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിന് അപേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. 8 കാറ്റഗറിയിലേക്കുള്ള നിയമനങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഒഴിവുകളിലേക്കുള്ള എക്സാം ഒരേ സമയം ആയതിനാൽ ഒരാൾക്ക് ഒരു തസ്തികയിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ വേക്കൻസി വരുന്നത് റീജിയണൽ മാനേജർ എന്ന തസ്തികയിലേക്കാണ്. 14 വേക്കൻസി പറയുന്നുണ്ട്. ഏകദേശം 12,500 മുതൽ 28,000 വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. 25 മുതൽ 50 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രിയാണ്. കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ്. അതേപോലെ തന്നെ ബേസിക് അക്കൗണ്ടിങ് നോളജും ഇതിലേക്ക് ആവശ്യമാണ്. ഇത് കാറ്റഗറി നമ്പർ 2/03 മാനേജർ എന്ന തസ്തികയിലേക്ക് ഏകദേശം 113 വേക്കൻസികൾ വരുന്നുണ്ട്. 15,500 മുതൽ 26,000 രൂപ വരെയാണ് ഇതിലേക്കുള്ള സാലറികൾ പറയുന്നത്. 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷനാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജും ബേസിക് അക്കൗണ്ടിങ് നോളജും ഇതിലേക്ക് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്കാണ്. 9,500 മുതൽ 22,700 വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന സാലറി. 113 വേക്കൻസികൾ പറയുന്നുണ്ട്. പ്രായപരിധി പറയുന്നത് 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. ഇതിലേക്കും ഗ്രാജുവേഷൻ തന്നെയാണ് ക്വാളിഫിക്കേഷനെയും പറയുന്നത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജും ബേസിക് അക്കൗണ്ടിങ് നോളജും ആവശ്യമാണ്. അക്കൗണ്ടൻ്റ് എന്ന തസ്തികയിലേക്ക് 113 വേക്കൻസികൾ വരുന്നുണ്ട്. പ്രായപരിധി 22 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. 9,500 മുതൽ 22,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. BCom അല്ലെങ്കിൽ MCom വിത്ത് കോർപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ്. BCom കോർപ്പറേഷൻ ഉള്ളവർക്കും MCom കോർപ്പറേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്യാഷ്യർ എന്ന തസ്തികയിലേക്ക് ഏകദേശം 113 വേക്കൻസികൾ വരുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് 20 മുതൽ 45 വയസ്സ് വരെയാണ്. ഇതിലേക്ക് 8,500 മുതൽ 21,100 വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയാണ് പറയുന്നത്. കമ്പ്യൂട്ടർ നോളജും ബേസിക് അക്കൗണ്ടിങ് നോളജും ഇതിലേക്ക് ആവശ്യമാണ്. ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് 350 വേക്കൻസി വരുന്നുണ്ട്. 18 മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. +2 അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയുള്ള ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജും ബേസിക് അക്കൗണ്ടിങ് നോളജും ആവശ്യമാണ്. 7,100 മുതൽ 15,350 വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന സാലറി. ഡിസ്ട്രിക്റ്റ് കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് 14 വേക്കൻസിയാണുള്ളത്. 18 മുതൽ 45 വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള പ്രായപരിധി. ഏകദേശം 11,500 മുതൽ 26,000 വരെ ഇതിലേക്ക് സാലറി ലഭിക്കുന്നതാണ്. ഗ്രാജുവേഷനാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജും ബേസിക് അക്കൗണ്ടിങ് നോളജും ഇതിലേക്ക് ആവശ്യമാണ്. ഓൺലൈൻ പരീക്ഷയിലൂടെ ആയിരിക്കും ഇതിലേക്കുള്ള നിയമനം നടത്തുന്നത്. 100 മാർക്കിൻ്റെ 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക. ഇതിൽ 20 ചോദ്യം പ്രാദേശിക ഭാഷയിലുള്ളതായിരിക്കും. 60% മാർക്ക് ലഭിക്കുന്നവർക്കാണ് മെറിറ്റ് ലിസ്റ്റിൽ കയറാൻ സാധിക്കുക. ഇതിലെ ജോലിയുടെ സ്വഭാവം പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അതാത് ജില്ലകളിലെ ബ്രാഞ്ചുകളിൽ നിയമനം ലഭിക്കുന്നതാണ്. സാധ്യതാ പട്ടികയിലെ മുൻഗണന, അഭിമുഖത്തിലെ എലിജിബിലിറ്റി, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സഹകരണ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. JDC, HDC ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനസേവകൻ ഒരു ജനസേവിക എന്ന തസ്തികയിലേക്ക് വരുന്ന വേക്കൻസി ഒരു ജനസേവക അല്ലെങ്കിൽ ജനസേവിക എവരി 250 ഹൗസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 250 വീടിന് ഒരു ജനസേവക അല്ലെങ്കിൽ ഒരു ജനസേവികയാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. ഇതിലേക്ക് SSLC ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. 12,000 മുതൽ ആണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. +3,000 ട്രാവൽ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്.
ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ മറ്റു പറയുന്നത് മലയാളം ഭാഷ നന്നായിട്ട് എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിവുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കും ഓൺലൈൻ വഴി തന്നെയാണ് എക്സാം ഉണ്ടായിരിക്കുന്നത്. ഈ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിയമം ലഭിക്കുന്ന ജീവനക്കാരുടെ പരിസരത്ത് ഉൾപ്പെടുന്നതും ഒരു വാർഡിൽ ഉള്ളതുമായ 250 വീടുകളിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളിലും വീടുകളിലെത്തി സൗജന്യം, അതാണ് അവരുടെ ഡ്യൂട്ടി ഇതിൽ പറയുന്നത്. ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 25/12/2023 ഡിസംബർ 25 അവസാന തീയതി. ഇതിലെ ഓൺലൈൻ പരീക്ഷാ സമയം പറയുന്നത് 10/1/2024 രാവിലെ 11 മണിക്കും 11:30 ഇടയിലാണ്. ജനുവരി 10 ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ജനുവരി 20 ആയിരിക്കും. 20 ശേഷമായിരിക്കും. നിയമനം ലഭിക്കുന്നത് ഫെബ്രുവരി 10 ശേഷമായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. 18-നും 45-നും മധ്യ പ്രായമുള്ള ക്വാളിഫിക്കേഷനുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. www.jmsc.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകേണ്ടത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 25 പരീക്ഷാ തീയതി, സമയം, ഹോൾ ടിക്കറ്റ് എന്നിവ സെൻട്രൽ ഓഫീസിൽ നിന്നും അപേക്ഷകർക്ക് നേരിട്ട് അയക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ വേക്കൻസികളിലേക്കും വരുന്ന എക്സാമുകൾ ഒരേ സമയത്തായിരിക്കും നടത്തുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു വേക്കൻസിയിലേക്ക്, ഒരു തസ്തികയിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. JDC ഒക്കെ ഉള്ളവർക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് മുൻപരിചയമുള്ളവർക്കും ഇതിലേക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. ഇതിലേക്ക് ഓൺലൈൻ വഴി, മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു രീതിയിലായിരിക്കും. ഇതൊരു ഗൂഗിൾ ഫോമാണ്. ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് നൽകേണ്ടത്. ആപ്ലിക്കൻറ്റിൻ്റെ നെയിം, അപേക്ഷിക്കുന്നവൻ ആരാണോ അവരുടെ നെയിം, അപേക്ഷകൻ്റെ പേരാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നീട് ജെൻഡർ, മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, ഏജ് ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, മെയിൽ ID. മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, മെയിൽ ID ഇതെല്ലാം നൽകുമ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ നൽകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പർ, ഈ മെയിൽ ID നൽകാൻ ശ്രമിക്കുക. അതുവഴിയായിരിക്കും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ജോലി, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കാസ്റ്റ്, റിലീജിയൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആനുവൽ ഇൻകം, ഫാമിലി ഇൻകം, അതേപോലെ തന്നെ റേഷൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, പാൻ കാർഡ് നമ്പർ, പിന്നെ നിങ്ങൾ ഏത് ബ്രാഞ്ചിലേക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ നിയോജക മണ്ഡലം ഏതാണെന്നാണ് ചോദിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ കാറ്റഗറി, ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. റീജിയണൽ മാനേജർ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സേവികയാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. പിന്നീട് ചോദിക്കുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ്. ഫാദേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ്, ഹൗസ് നെയിം, ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ലാൻഡ്മാർക്ക്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, വാർഡ് നെയിം ആൻഡ് വാർഡ് നമ്പർ, ഹൗസ് റൂട്ട്, പ്രസൻറ്റ് അക്കോമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ്. ഇനി ആരെങ്കിലും മൊബൈൽ നമ്പർ റെഫറൻസിന് വേണ്ടിയിട്ട് ആരെങ്കിലും മൊബൈൽ നമ്പർ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വയ്ക്കാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിലല്ല, നിർബന്ധമായും റെഫറൻസിന് വേണ്ടി മറ്റൊരാളുടെ നമ്പർ നൽകേണ്ടതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപേക്ഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു വേക്കൻസിയിലേക്ക്, ഒരു കാറ്റഗറിയിലേക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.